ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ജീൻസ് ടൈപ്പ് ഷർട്ടിന്റെ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഡെനിം ഷർട്ട് ഞാൻ വോട്ട് വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് വെറും 250 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ ഡിസൈനിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഷർട്ടിന്റെ കോളർ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കോളറിൽ പാച്ച് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ മുന്നേ എൻ്റെ കയ്യിലിരുന്ന ഒരു ബോർഡറാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ട് പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ബോർഡറിലുള്ള ഓരോ ഫ്ലവർ ഡിസൈൻസും ലീഫ് ഡിസൈൻസും ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കോളറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പാച്ച് വർക്ക് മാത്രമല്ല ഞാൻ ചെയ്ത് കൊടുക്കുന്നത്, കുറച്ച് ഡിസൈനിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പാച്ച് വർക്ക് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഇതേപോലെ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് ഇങ്ങനെ അസംബിൾ ചെയ്ത് നോക്കിയിട്ട് B7000 ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ എൻ്റെ ഡെനിം ഷർട്ടിന്റെ കോളറിന്റെ ഒരു ചെറിയ പാർട്ട് ഞാൻ പാച്ച് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനുണ്ട്, പിന്നെ ബോർഡറും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇപ്പം എന്താ കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണ് പാച്ച് വർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, ബോർഡർ ജസ്റ്റ് സാരിയുടെ തുമ്പത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിന്റെ തുമ്പത്ത് വെച്ച് പിടിപ്പിക്കുന്ന സാധനം മാത്രമല്ല, നമുക്ക് അതിന്റെ ഡിസൈൻസ് ഒക്കെ വെച്ച് ഇതുപോലെ നല്ല ഭംഗിയിൽ പാച്ച് വർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ ഞാൻ +2 ഓപ്ഷണൽ സബ്ജക്ട് ഫാഷൻ ഡിസൈൻ ആണ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ GITയുടെ കുറച്ച് കോഴ്സസും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അവിടെ നിന്നൊക്കെ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ വേണം നമ്മളുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഡെയിലി നമ്മൾ ആ ചെയ്ത ഡിസൈൻസ് വെച്ച് പുതിയ പുതിയ ഡിസൈൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പുതിയ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പുതിയ വർക്കൊക്കെ എടുത്ത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് അതിലൊരു എന്താ പറയുക പ്രോ ആവാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് പഠിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു നല്ല രീതിയിൽ ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും മിസ്സസ് ഫാത്തിമ അൽ സഹ്റ സൈനിങ് ഓഫ്. ബൈ.